യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചല്ലോ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അതേ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളായിരുന്നു. അതിന് അബ്രാം, കർത്താവ് യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമശ്ശേക്കുകാരനായ ഈ എലയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു. എന്നിട്ട് 4-ാം വാക്യത്തിലേക്കാണ് നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ നിന്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ശൂന്യത. ആ ശൂന്യതയുടെ നടുവിൽ അബ്രഹാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് തൻ്റെ ആ ഒരു പ്രയാസ അനുഭവത്തെ ഒരു പ്രാർത്ഥന എന്നോണം തന്നെ അബ്രഹാം ദൈവത്തോട് പറയുന്നു. അതിന് ദൈവം കൊടുക്കുന്നതായ മറുപടി ആണ് നമ്മൾ ചിന്തിക്കുന്നത്. അതേ അബ്രഹാമിൻ്റെ ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു ആകുലത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്ക് അവകാശമായി വരുന്നത് ആരാണ് എന്നുള്ളതാണ്. എപ്പോഴും താൻ കാണുന്നത് തൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതേ തൻ്റെ ഏറ്റവും അടുത്ത സഹായിയായിട്ടുള്ള ദമശ്ശേക്കുകാരനായ എലയാസർ ആണ് എന്നുള്ളതായിരുന്നു അവൻ്റെ ആകുലത. അതായത് തനിക്കൊരു സന്തതി ഉണ്ടാകുന്നില്ലെങ്കിൽ തൻ്റെ അവകാശം മുഴുവനും തൻ്റെ സമ്പത്ത് മുഴുവനും എലയാസർക്ക് അവകാശമായി തീരും എന്നുള്ളതായിരുന്നു അതേ അബ്രഹാമിൻ്റെ ആകുലത. എന്നെ ചിന്തിപ്പിക്കുന്നതായ ഒരു കാര്യം, ഒരുപക്ഷെ അബ്രഹാം തൻ്റെ സമ്പത്ത് ഈ എലയാസറിന് പോകും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് തനിക്ക് ദൈവം നൽകിയതായ ആ അനുഗ്രഹങ്ങളും ആ എലയാസർക്ക് പോകുമോ എന്നുള്ളതായ ഒരു സംശയം അബ്രഹാമിനുണ്ടായിരുന്നു. ഇതിന് ഒരു ക്ലാരിറ്റി വരുത്തുവാനാണ് അബ്രഹാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് ദൈവത്തോട് സംസാരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പല കൺസേൺസ് ഉണ്ട്. ഇത് നമ്മൾ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് ഞാൻ ആരോട് പറയണം എന്ന് വിചാരപ്പെട്ട് മനസ്സ് കലങ്ങി ജീവിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ അപ്രകാരമുള്ള കൺസേണുകളെ, ഉത്കണ്ഠകളെ, ആകുലതകളെ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ പറയണം. ദൈവത്തോട് പ്രാർത്ഥനയായി നമ്മൾ സംസാരിക്കണം. തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ദൈവം മറുപടി തന്നില്ല എന്നുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടാകും. പക്ഷേ പൂർണ്ണമായിട്ടും ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് വിശ്വസിച്ച് ആ ഒരു വിഷയത്തെ ഞാൻ ദൈവകരങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടെ നമ്മളായിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആ കൺസേൺ പൂർണ്ണമായിട്ടും മാറുവാൻ ഇടയായിത്തീരും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഭാരപ്പെടുന്ന ഒരു വിഷയത്തെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അത് ദൈവം കേട്ടു എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് വേണം നമ്മൾ ജീവിക്കുവാൻ. എപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ പതറുന്നവരായിട്ടല്ല, മറിച്ച് ഞാൻ അതിനെക്കുറിച്ച് പ്രയാസപ്പെടുന്നില്ല, ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഞാൻ തകർന്നു പോകാൻ ഇടയായി തീരത്തില്ല, മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് നമ്മൾ എപ്പോഴും വിശ്വാസത്തോടുകൂടെ ആയിരിക്കണം. വിശുദ്ധ ബൈബിളിൽ നിന്നും ആ കാര്യമല്ലേ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അതേ അനേക ഭക്തന്മാരുടെ ജീവിതത്തിലും അപ്രകാരം തന്നെയായിരുന്നു. അവർ പ്രാർത്ഥിച്ച വിഷയത്തിന് അപ്പോൾ അവർക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും അവർ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരുന്നു. നോക്കൂ, നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ സംസാരിക്കുമ്പോൾ അത് മിക്കവാറും പുതിയ നിയമ പുസ്തകങ്ങളിലാണ്. എന്നാൽ പഴയ നിയമ പുസ്തകങ്ങളിൽ അത്രത്തോളം വിശ്വാസത്തിൻ്റെ ആ ആഴങ്ങൾ നമുക്ക് കാണുവാൻ കഴിയാറില്ല. എന്നാൽ അബ്രഹാമിൽ നമുക്കത് കാണുവാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുവാൻ ഇടയായി തീർന്നത്. അബ്രഹാം എങ്ങനെയാണ് വിശ്വസിച്ചത്? അതേ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതേപോലെ തന്നെ വിശ്വാസം എന്നതോ ആശ്രയിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. കാണാത്ത കാര്യങ്ങൾ, സംഭവിക്കാത്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പ്, അതിനെക്കുറിച്ചുള്ള ഒരു നിശ്ചയം, അതാണ് വിശ്വാസം. നമ്മൾ എന്തുകൊണ്ടാണ് നിശ്ചയം പ്രാപിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ഉറപ്പ് പ്രാപിക്കുന്നത്? കാരണം ദൈവം ആണ് ആ കാര്യം ചെയ്യുന്നത്. ദൈവം അത് അഡ്രസ് ചെയ്യും, ദൈവം അതിന്മേൽ പ്രവർത്തിക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ദൈവത്തിൽ ഇടുമ്പോഴാണ് നമുക്ക് ശരിയായിട്ട് വിശ്വസിക്കുവാൻ കഴിയുന്നത്. അബ്രഹാം അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അബ്രഹാമിന് തനിക്ക് എപ്പോഴും മുമ്പിൽ കാണാൻ കഴിയുന്നത് അതേ തൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള, തൻ്റെ സഹായിയായിട്ടുള്ള
ദമ്മേശക്കാരനായ എലയാസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൻ്റെ ഭൗതികമായ കാര്യങ്ങൾ അവൻ അവകാശമാക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം തനിക്ക് കൊടുക്കുന്നതായ ആ അനുഗ്രഹങ്ങൾ അവങ്കിലേക്ക് പോകുമോ എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അബ്രഹാമിൻ്റെ പ്രധാനപ്പെട്ട ആ ഉത്കണ്ഠ എന്ന് പറയുന്നത്. എന്നാൽ ദൈവം എന്താണ് പറഞ്ഞത്? ദൈവം പറഞ്ഞത് അവനിൽ നിന്ന് തന്നെ, അതായത് ദൈവം പറഞ്ഞത് നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ, അതായത് നിന്നിൽ നിന്ന് തന്നെ, അതെ സാറായിൽ നിന്ന് തന്നെ, അതെ നിനക്ക് ഒരു അവകാശി ഉണ്ടാകും. പക്ഷേ ഈ ഒരു വാഗ്ദത്തത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമോ ഒന്നുമല്ല അബ്രഹാമിൻ്റെ ജീവിതത്തിലും സാറായിയുടെ ജീവിതത്തിലുമുള്ളത്. അതുകൊണ്ട് തന്നെ അബ്രഹാം വളരെയധികം കൺസേൺഡ് ആയിട്ടുള്ള ഒരു സന്ദർഭം. അപ്പോൾ തന്നെ ദൈവം അവനോട് പറയുന്നു, നമുക്ക് ഇപ്രകാരം അത് സംഗ്രഹിക്കാം. അതേ ആത്മീയമായ ഒരു അവകാശിയല്ല നിനക്കുണ്ടാകാൻ പോകുന്നത്, മറിച്ച് ജഡീകമായ ജഡപ്രകാരമുള്ളതായ ഒരു അവകാശം തന്നെ നിനക്കുണ്ടാകും എന്നുള്ള കാര്യം ദൈവം വാഗ്ദത്തത്തോടുകൂടെ അബ്രഹാമിനോട് അറിയിക്കുവാൻ ഇവിടെ ഇടയായിത്തീരുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദൈവം അവനോട് പറയുന്നു, അവൻ നിന്റെ അവകാശിയാകത്തില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയായി തീരും. ധാരാളം വാക്യം ഇത് സംബന്ധിച്ച് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കാൻ കഴിയുന്നുണ്ട്: വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണമാണ് വിശ്വാസത്താൽ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തെ വിശ്വസ്തനായി എണ്ണണം. അതായത് ദൈവത്തെ വിശ്വസ്തനായി നമ്മൾ പരിഗണിക്കണം. അതുതന്നെയാണ് അബ്രഹാമും ചെയ്തത്. അതേപോലെ തന്നെ മമ്രയിൽ വെച്ച് അബ്രഹാമിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന ദൂതന്മാർ അബ്രഹാമിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം: യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ബയോളജിക്കലി അവർക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അതായത് അബ്രഹാമും സാറയ്ക്കും, ഞങ്ങൾക്ക് പുത്രോത്പാദനത്തിലുള്ള ശക്തിയില്ല, അതിനുള്ള സാഹചര്യം ഞങ്ങളുടെ ശരീരത്തിലില്ല. എന്നാൽ ദൂതന്മാർ പറയുന്നു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നമ്മളിതാണ് വിശ്വസിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടാകാം. അതെ, നമ്മുടെ ജീവിതത്തിൽ യാതൊരു സാധ്യതയുമില്ലാത്തതായ കാര്യങ്ങൾ, അതേസമയം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതായ വിഷയങ്ങൾ, അതിന് നടുവിൽ ഇന്ന് നമ്മളോട് ഓരോരുത്തരോട് ദൈവത്തിന് ആത്മ പറയുന്നു, യഹോവയ്ക്ക് കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? അതുതന്നെയാണ് അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നത്, ചോദിക്കുന്നത്. ദൈവത്താൽ കഴിയാത്ത കാര്യം ഇല്ലല്ലോ. അതുകൊണ്ട് ആ ഒരു വാഗ്ദത്തത്തിന് മറുപടിയായി അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരു വാഗ്ദത്തം നൽകിക്കൊണ്ട് അബ്രഹാമിന് ദൈവം ഉറപ്പു നൽകുമ്പോൾ ദൈവം അവനെ പുറത്തേക്ക് കൊണ്ടു ചെന്നിട്ട് ഇപ്രകാരം കാണിച്ചു: നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു, നിന്റെ സന്തതി ഇങ്ങനെയാകും എന്നും അവനോട് കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു: തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും, ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നോക്കൂ, ഈ ഒരു വാഗ്ദത്തം മുമ്പ് ദൈവം കൊടുത്തിരുന്നതായിട്ട് നമുക്ക് ഇവിടെ ബോധ്യമാകുന്നുണ്ട്. എന്നാൽ ആ വാഗ്ദത്തം പ്രാപിച്ച അതേ അബ്രഹാം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ വളരെ കൺസേൺ ഉള്ളവനായിട്ട് മാറുന്നു. അതിന് ദൈവം വീണ്ടും ആ വാഗ്ദത്തം കുറച്ചുകൂടെ ഉറപ്പിച്ചുകൊണ്ട്, അതേ കൂടുതൽ വാഗ്ദത്തങ്ങളെ നൽകിക്കൊണ്ട് ദൈവം ഉറപ്പിക്കുന്നതാണ് 15-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചതായ വേദഭാഗം. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ട് എന്ന് ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകും, എണ്ണാമെങ്കിൽ എണ്ണുക. അതുപോലെ അത്രയും വിശാലമായിട്ട്, അത്രയും ഭൂമിയുടെ പരപ്പിൽ പരന്നു കിടക്കുന്ന രീതിയിൽ ഞാൻ നിനക്ക് സന്തതിയെ തരും. നോക്കൂ, ഇതേ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു. അപ്പോൾ ഒരു സ്പിരിച്വൽ വിഷൻ എന്നവണ്ണം ദൈവം അബ്രഹാമിനെ കാണിച്ചതായ ആ ആകാശത്ത്
ഈ ഉദയനക്ഷത്രമായ കർത്താവ് യേശുക്രിസ്തു ഉണ്ട് എന്ന് നമുക്ക് ഭംഗ്യന്തരമായി പറയുവാൻ കഴിയും. അതെ, അബ്രഹാമിൻ്റെ ആ ഒരു വംശാവലിയിലാണ് ഈ ഉദയനക്ഷത്രമായ കർത്താവ് യേശുക്രിസ്തു ജനിക്കുന്നത്. അതെ, ആ ഒരു വംശാവലിയിലേക്ക് ദൈവം നമ്മെയും കൂട്ടിച്ചേർത്തു. അതെ, വിശ്വാസത്താൽ നമുക്കും അബ്രഹാമിൻ്റെ സന്തതികളിൽ ഒരാളായി തീരുവാൻ ദൈവം ഭാഗ്യം നൽകി. കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് അവൻ്റെ മക്കളായി നമ്മൾ തീരുമ്പോൾ നാമും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അബ്രഹാമിന് ദൈവം കൊടുത്തതായ ആ വാഗ്ദത്തത്തിൻ്റെ നമ്മളിലുള്ള പൂർത്തീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കാതെ ദൈവമക്കളാകാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വചനക്കേൾവി നിമിത്തം അപ്രകാരം ആയിത്തീരുവാൻ സാധിക്കും. നമുക്കെപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയണം. നമുക്കും ഇപ്രകാരം അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ളതായ ആ ഒരു നിലയിലേക്ക് ദൈവം അബ്രഹാമിലൂടെ, അതേ കർത്താവ് യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കുന്നതായ ആ ദൈവിക പുത്രത്വത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നതോർത്ത് നമുക്കും സന്തോഷിക്കുവാൻ സാധിക്കണം. ഇന്ന് അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിപ്പാൻ ഇന്ന് എന്നെ ആദ്യമായി കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തത്തെ നൽകിക്കൊണ്ട് വീണ്ടും വീണ്ടും ദൈവം കഴിഞ്ഞ നാളുകളിൽ അബ്രഹാമിനോട് പറഞ്ഞതായ ആ ഉറപ്പുകളെ അതേ പൂർണ്ണമാക്കി ഉറപ്പിക്കുന്നതായ ആ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായി ഞങ്ങൾ കാണുന്നു. ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവത്തോടുള്ള ആ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ, ദൈവം ഞങ്ങൾക്ക് നൽകിയ വാഗ്ദത്തങ്ങളെ വീണ്ടും ഞങ്ങൾക്ക് അവകാശമാക്കി തീർക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.